ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കിടക്കുന്ന കുമ്പളങ്ങയാണ്. ഞങ്ങൾ ഇത് ഇത്രയും വലുതാണോ വരെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒരു മാങ്ങ മരത്തിൻ്റെ ഇടയിൽ ഉണ്ടായപ്പോൾ അതങ്ങനെ തന്നെ വിട്ടു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് മുല്ലപ്പൂ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ മുല്ലപ്പൂ പറിച്ചാണ്. പിന്നെ മാളുവിന് ഒരു ആവശ്യത്തിനായിട്ട് അംഗൻവാടി പോകണമെന്നുണ്ടായിരുന്നു. ഒരു ഹെൽത്തി ഫുഡുകൾ അവർ എല്ലാ മാസം 14 വയസ്സ് തൊട്ട് 18 എങ്ങാണ്ടോ ആണ് തോന്നുന്നു, അത്രയും പ്രായം വരെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അവർ അംഗൻവാടിയിൽ നിന്ന് അവൽ, റാഗിപ്പൊടി, ശർക്കര എല്ലാം കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ അംഗൻവാടി പോയിട്ട് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു നാവൽപ്പഴക്കാരൻ വന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനാട്ടോ. അപ്പോൾ എന്തെങ്കിലും നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ നാവൽപ്പഴം ഉണ്ടായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മാവിൻ്റെ വീട്ടിൽ വലിയ മരമുണ്ട്. ഞങ്ങൾ സ്കൂൾ വിട്ട് പോണത് തന്നെ അന്നത്തെ സ്നാക്സ് ആയിരുന്നു കേട്ടോ. അത് ഞാവൽപ്പഴം പെറുക്കി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് അന്നൊക്കെ നാച്ചുറലായിട്ട് കിട്ടണതല്ലേ. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് ചേട്ടനും പിള്ളേർക്കൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലം പറഞ്ഞപ്പോൾ അവർ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ വലിച്ചു കൂട്ടിയ മുല്ലപ്പൂ ശേഖരിച്ചത് ഞാൻ വൈകുന്നേരം ഇരുന്ന് കെട്ടുകയായിരുന്നു കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ ഇപ്പോൾ നമ്മൾ അത്യാവശ്യമാകുമ്പോൾ നമുക്ക് മുല്ലപ്പൂ കിട്ടില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ 5-6 മുഴമൊക്കെയാണ് മുല്ലപ്പൂ കിട്ടണത്. പിന്നെ നമ്മൾ അമ്പലത്തിലെ ഫോട്ടോയിലും പിന്നെ വെള്ളിയാഴ്ച ഞാനിന്ന് കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 2 ദിവസം പറിച്ച പൂവാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ മുല്ലപ്പൂ സീസൺ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. മുല്ലപ്പൂ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട് കേട്ടോ. ഡെയിലിയും മുല്ലപ്പൂ 2-3 മുഴം വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം പിന്നെ ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-15 ദിവസത്തോളം അത് ഫ്രഷായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മാളുവിന് കിട്ടിയ ഫുഡുകൾ. എല്ലാ മാസം കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. നല്ല മട്ടവിൽ 1 കിലോ റാഗിപ്പൊടി, 1/2 കിലോ ശർക്കര വെച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കിട്ടണത്. അപ്പോൾ അറിയാത്ത ആൾക്കാരും മക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അംഗനവാടിയിൽ പോയിട്ട് നിങ്ങളുടെ പേരും ആധാർ കാർഡും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസം കിട്ടും. അപ്പം ആൾ പറഞ്ഞ് ഇത് വെച്ചിട്ട് ഒരു ലഡ്ഡു ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ. അവൽ വെച്ചിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്ന് പോവും. പിന്നെ അവൽ വെച്ചിട്ട് നമുക്ക് എന്താ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കാം. ഉപ്പുമാവൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ലഡ്ഡു ആകുമ്പോൾ കപ്പലണ്ടിയും ശർക്കരയും എല്ലാം കൂടെ ഹെൽത്തി അല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ലഡ്ഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ അവൽ അട്ട എടുത്തേക്കണത്, 3 അച്ച് ശർക്കര, പിന്നെ 1/4 കിലോ 150 ഗ്രാം കടല കപ്പലാണ്ടി ഇല്ലേ, 1 കപ്പ് തേങ്ങ, നമ്മുടെ ആവശ്യത്തിനുള്ള ഏലക്ക കേട്ടോ. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത കപ്പലാണ്ടിയാണ്. ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഫ്രഷായിട്ട് കിട്ടും. പിന്നെ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള ഏലക്കയും. 1/2 കിലോയിൽ കുറച്ച് കൂടുതലുണ്ട് അവൽ. അപ്പോൾ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ട് എനിക്ക് മതിയായില്ല കേട്ടോ. മധുരം കുറഞ്ഞു പോയി. പിന്നെ ഞാൻ ഒരച്ചും കൂടെ 4 അച്ചും കുറച്ച് ഒരു പകുതി ശർക്കരയും കൂടെ ഇടേണ്ട വന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്രയും കൂടെ ഉള്ളൂ ഇതിന് ആവശ്യമുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് അവൽ മാത്രം നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കണം. പിന്നെ തണുത്ത കടലയെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി നൈസാവേണ്ട, ഒന്ന് തരിതരാന്ന് വേണം. അപ്പോൾ നമ്മുടെ അവൽ റോസ്റ്റായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു സൗണ്ട് വരും. നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒരു മൊരിഞ്ഞ സൗണ്ടില്ലേ, അങ്ങനത്തെ സൗണ്ട് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തണുത്ത പിന്നെ മിക്സി ജാറിലിട്ട് ഇങ്ങനെ നെയ്സും വേണ്ട, ഒത്തിരി തരിതരാന്നും വേണ്ട. ഈ ഒരു ഇതിൽ ഞങ്ങൾ ഈ രാത്രി എടുത്ത വീഡിയോ ആണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കാരണം കൊണ്ടാണ് ശരിക്കും മനസ്സിലാവാത്തത്. പിന്നെ ഈ കപ്പലണ്ടി ആയാലും ഇങ്ങനത്തെ ഒരു തരിതരാന്നുള്ളത് നമുക്ക് കടിക്കാനും കിട്ടണം, ഒത്തിരി ഇതാവാനും പാടില്ല. ശർക്കര നിങ്ങൾ ഒരച്ച് കൂട്ടിയെടുക്കണം. പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ കൂട്ടണം കേട്ടോ. എനിക്ക് അത്രയും കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞാനത് കൂട്ടിയെടുത്തു കേട്ടോ. നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഈ ശർക്കര എടുത്ത ഈ കപ്പിൽ, അവലെടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം, അപ്പോൾ 250 ഒരു 1/4 ലിറ്റർ വെള്ളമാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ട ശർക്കരയിൽ എന്തോരം ചില ശർക്കര നല്ല ഫ്രഷായിട്ടിരിക്കട്ടെ. അതിലിങ്ങനെ നമ്മുടെ കരിമ്പിൻ്റെ ഞാരില്ലേ
അത് ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫിൽറ്റർ ചെയ്തെടുത്തു. നിങ്ങളുടെ ശർക്കരയിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെയും കൂടെ അതിൽ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ട് പിന്നെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒരു കപ്പ്. തേങ്ങയും കടലയൊക്കെ കൂടുന്തോറും ഇതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ കാരണം ഇതിൽ ഒരു മായങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമില്ല. കുഞ്ഞു പിള്ളേർക്ക് നമുക്കൊരു 2 വയസ്സ് 1.5 വയസ്സ് തൊട്ട് കടിച്ചിന്നാൻ പാകത്തിനുള്ള പിള്ളേർക്ക് കൊടുക്കാൻ നല്ല സോഫ്റ്റ് ലഡുവാണ് കേട്ടോ. ഹാർഡാക്കരുത് കേട്ടോ. എനിക്ക് ഈ സ്റ്റേജിൽ കുറച്ച് ശർക്കരയും വെള്ളവും ഇതായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇതിന് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അവലില്ലേ, അരി പോലത്തെ അരിയിലല്ലേ അവലുണ്ടാവണത്. അപ്പോൾ വെള്ളം പോരെങ്കിൽ അത് വെന്ത് കിട്ടില്ല. വെന്ത് കിട്ടില്ലെങ്കിൽ നമ്മുടെ ലഡ്ഡ് ഹാർഡായി പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ശർക്കര പൊടിച്ചിട്ടില്ലേ തട്ടിയിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചപ്പോൾ ആ ശർക്കര മെൽറ്റായി നമുക്ക് നല്ലോണം വെന്ത് കിട്ടി. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടറോ നെയ്യോ ചേർക്കാട്ടോ. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് അങ്ങനെ വിട്ട് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ലഡു സെറ്റായി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ ശർക്കര മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ ഒരു 5 അച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരം ചിലവർക്ക് മധുരം കൂടുതൽ വേണം. ഞങ്ങൾക്ക് കുറവ് മതി എന്ന് പറഞ്ഞിട്ട് എടുത്തത്. പക്ഷേ ഒട്ടും മധുരം ഉണ്ടാകാത്ത കാരണം ഞാൻ ഒരു അച്ചും കൂടെ 4 അച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പിഞ്ചും. അപ്പോൾ നിങ്ങൾ ഒരു 5 എണ്ണം എടുത്തോളൂ കൂടുതൽ മധുരം വേണമെങ്കിൽ. പിന്നെ നല്ല ടൈറ്റായിട്ട് ഉരുട്ടി നമ്മൾ പിടിക്കുക കേട്ടോ. വേറെ ലെവലാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവൽ അതെ നല്ല സോഫ്റ്റും നല്ല കടല റോസ്റ്റ് ചെയ്തതിൻ്റെയും അവൽ റോസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മണം ഉണ്ടല്ലോ, നല്ല വീട് മൊത്തം ഒരു ശർക്കര ഉരുകിയതിൻ്റെ മണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചാൽ എന്ത് സോഫ്റ്റാന്ന് നോക്കി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.